ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് CP&Q എങ്ങനെ പെട്ടെന്ന് റിച്ച് ആവാമെന്നാണ്. ഡെയിലി ടാസ്ക് ചെയ്താൽ റിച്ച് ആവുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് നമുക്ക് 300 കോയിനേ കിട്ടുകയുള്ളൂ. പക്ഷേ ആ 300 കോയിനും കൊണ്ട് നമുക്കൊരു 5000 ഒക്കെ ആക്കുവാണെങ്കിൽ നമ്മൾ കുറേ ദിവസം ഇരുന്ന് കളിക്കണം. പക്ഷേ ഇത് നമുക്കൊരു 5 ദിവസം കൊണ്ട് 1000 കോയിൻ ആക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 1000 കോയിൻ കിട്ടുന്നതാണ്. പെർ ലിമിറ്റാണ്. റിച്ച് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഈ റേസ് കളിച്ചാൽ മതി, നമ്മൾ റിച്ച് ആവും. പക്ഷേ ഈ ഡ്രാഗ് റേസിംഗ് ഉണ്ട്, ട്രാക്ക് റേസിംഗും ഉണ്ട്. ഇതിനകത്ത് ഡ്രാഗ് റേസിംഗ് ആണ് നമ്മൾ കഷ്ടപ്പെട്ട് വണ്ടി ട്യൂൺ ചെയ്തെടുത്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ഓടിക്കണം. അത് ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ട്രാക്ക് റേസിങ്ങിനെ കുറിച്ച് പോകുന്നില്ല. നമുക്ക് ആ ട്രാക്ക് റേസിംഗ് എങ്ങനെ സെറ്റാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു അത്യാവശ്യം പവറുള്ള കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജയിക്കാവുന്നേ ഉള്ളൂ. എന്നാലും നിങ്ങളിപ്പോൾ ബിഗിനറാണ്, ആ കാർ പോലും കാണത്തില്ല. അതായത് നിങ്ങൾ എങ്ങനെയും ഒരു 1 ലാഖ് സെറ്റാക്കി എടുക്കണം, നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഞാൻ ആദ്യം ഈ 50Kയുടെ ഈ വണ്ടി മേടിക്കുവാണ്. അത് 500+ HP ഉണ്ട് ഈ 50Kയുടെ വണ്ടിക്ക്. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. എന്നാൽ നമുക്ക് കുറച്ച് ട്യൂണിങ് ഒക്കെ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഗിയർ ബോക്സ് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ആക്കി എടുക്കണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓൾ വീൽ ഡ്രൈവ്, ഓട്ടോമാറ്റിക്കോ മാനുവലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ മതി. ഞാൻ എന്തായാലും ഒരു ഓട്ടോമാറ്റിക് ഓൾ വീൽ ഡ്രൈവ് തന്നെയാണ് വെക്കുന്നത്. ഈ ഓൾ വീൽ ഡ്രൈവ് എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് സ്റ്റേബിളായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് സെറ്റാക്കി എന്നിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ ടയർ നമുക്ക് റേസിംഗ് ടയേഴ്സ് ആക്കി എടുക്കണം. അതിനായിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ തന്നെ ആയിരിക്കും. റേസിംഗ് ടയർ വെച്ചു. ഇനി അടുത്തത് നമുക്ക് ടെർബോ ആഡ് ചെയ്യാം. ടെർബോ അല്ല, സൂപ്പർ ചാർജറാണ് ഈ വണ്ടിയിൽ. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനത് 50Kയുടെ സൂപ്പർ ചാർജറാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി അടുത്ത നമ്മൾ ഡൈനോ റണ്ണിലോട്ട് വന്നിട്ട് നമുക്കെല്ലാം കുറച്ച് കൂട്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. നമുക്ക് ഈ വണ്ടിയുടെ ഇത് കൂടുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂട്ടി വെക്കുക. അത് മറ്റേ റെഡ് സിഗ്നലൊക്കെ കാണിക്കുക, അതൊന്നും നോക്കണ്ട, എല്ലാം കൂട്ടി വെച്ചാൽ മതി. നല്ല വണ്ടിക്ക് പവർ കൂടുകയുള്ളൂ. പിന്നെ വണ്ടി കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാമ്പർ ഫ്രണ്ടിലത്തെ ടയർ പോസിറ്റീവ് ആക്കുന്നുണ്ട്, പിന്നെ ബാക്കിലത്തേത് നെഗറ്റീവും ആക്കുന്നുണ്ട്, കുറച്ചുകൂടി സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നുപോയി, അതാണ് ഈ വണ്ടിയുടെ പൊക്കം കുറച്ച് വെക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ല. പിന്നെ നമുക്ക് റേസിങ്ങിലോട്ട് പോകാം. സ്റ്റാർട്ട് റേസിംഗ് മോഡ്സിൽ നോക്കിയാൽ മതി, റേസിങ്ങിലെത്തും. പിന്നെ ഇത് ഓൾറെഡി ട്രാക്ക് റേസിങ്ങിലായിരിക്കും നമ്മൾ എത്തുന്നത്. ഇതിനകത്ത് 4 റേസിംഗ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള അത് കളിച്ചാൽ മതി. പിന്നെ ഈ ആദ്യത്തെ 3 എനിക്ക് ഒരുമാതിരി സെയിം ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ 4ാമത്തെ നമ്മൾ 24 മിനിറ്റ് കുത്തിയിരുന്ന് ഓടിക്കുവാണെങ്കിൽ നമുക്ക് 500 കോയിൻ കിട്ടും ഒരു റേസിങ്ങിന്. പിന്നെ ഇതിനകത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 1000 കോയിനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 1000 കോയിൻ കിട്ടും ഇത് 2 തവണ കളിക്കുവാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് 24 മിനിറ്റ് ഓടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആ ചെറിയ റേസിംഗ് തന്നെ ഒരു 10 തവണ ഓടിക്കുവാണെങ്കിൽ 100 വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് 1000 ആവും. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് റേസിങ്ങിലോട്ട് വരാം. പിന്നെ ഇതിൽ റേസിങ്ങിൽ പറയാനുള്ളത്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ മാപ്പ് ആദ്യം മനസ്സിലാക്കി എടുക്കണം. നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് റേസിങ്ങിൽ തന്നെ ജയിക്കണമെന്നില്ല. പിന്നെ ഫുൾ കാട്ടിലൊക്കെ കയറിയായിരിക്കും ഓടിക്കുന്നത്. കാട്ടിൽ കയറി ചെറുതായിട്ട് കയറിയാൽ കുഴപ്പമില്ല. ഒത്തിരി കാട്ടിൽ കയറുന്ന പോയിന്റ് കൂടുവാണെങ്കിൽ നമുക്ക് എന്തായാലും കോയിൻ കിട്ടില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് എന്തായാലും എത്തണം. ഫസ്റ്റ് എത്തിയാലേ നമുക്ക് മെയിനായിട്ട് വേണ്ട കോയിൻ കിട്ടുകയുള്ളൂ. പിന്നെ ഇത് തേർഡ് എത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും നമ്മൾ കോയിൻ മേടിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ എത്തണം. പിന്നെ നിങ്ങളെ വണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഓടിക്കാനുള്ളത് അതെല്ലാം. പിന്നെ ഞാൻ ESP TCS ഒക്കെ 10 ആക്കിയിട്ടാണ് ഓടിക്കുന്നത്. പിന്നെ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. ആ ബോട്ട്സ് നമ്മളെ ചുമ്മാ വന്ന് നമ്മുടെ വണ്ടിക്കെട്ടിടിക്കും. പക്ഷെ നമ്മുടെ പോയിൻ്റാണ് പോകുന്നത്. പിന്നെ അതെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ പയ്യെ അങ്ങോട്ട് ഓടിച്ചു പോയാൽ മതി. പിന്നെ ഇത് റേസിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളതാണ് ഫുൾ സ്പീഡ് ആക്സിലേറ്റർ മാത്രം ഞെക്കി പിടിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമുക്കിത് നമ്മളിപ്പോൾ പയ്യെ കാമായിട്ട് ഓടിച്ചാൽ മതി. എന്നും പറഞ്ഞാൽ നമ്മൾ സ്ലോ ആയിട്ട് പോകണമെന്നല്ല, നമ്മൾ സ്പീഡ് ഓടിക്കണം. എന്നാലും നമ്മൾ കെയർഫുള്ളായിട്ട് ഇങ്ങനെ ഓടിച്ചാൽ മതി. ഇതിപ്പോൾ പിന്നെ എന്നെ ബോട്ട് തട്ടിയിട്ടിട്ട് പോയി. എന്നിട്ട് അവനെ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വാശി പിടിച്ച് പോകേണ്ടതൊന്നുമില്ല. നമ്മൾ ചുമ്മാ കാമായിട്ട് ഓടിച്ച് നിന്നാൽ മതി, നമ്മളെന്തായാലും ജയിക്കും. ഞാൻ ജയിക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നതെന്ന്. ഓവർടേക്ക് അല്ലാതെ കാണിക്കുവാണെങ്കിൽ ഒരു ബോറായി പോകും, വീഡിയോ ലെങ്തും കൂടും. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഓവർടേക്ക് ചെയ്ത് ഫസ്റ്റ് എത്തിയിട്ടുണ്ട് റേസ് കഴിഞ്ഞ്. പക്ഷേ ഇതിനകത്ത് ഈ റേസ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അതായത് നമുക്ക് കോയിൻ കിട്ടുകയുള്ളൂ. ഇനി വെയിറ്റിംഗ് സമയത്ത് നിങ്ങൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് എക്സിറ്റ് ഒന്നും അടിച്ച് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. അവർ മറ്റേ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് തന്നെ കിട്ടും. ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ 100 കോയിൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത്
24 മിനിറ്റ്സുള്ള ലേമാൻസ് കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 500 കോയിൻ കിട്ടും. പക്ഷെ അത് 24 മിനിറ്റ് ഓടിക്കണം. അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ഓടിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം ബൈ ബൈ.